അല്ല, ഞാൻ വ്യക്തിപരമായി ഏറ്റവും ആരാധിക്കുന്ന ഒരു വ്യക്തി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തോടൊപ്പം 5 വർഷം ക്യാബിനറ്റിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. ഓരോ ദിവസവും ഓരോ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമായിട്ടാണ് കണ്ടത്. ഇന്നിപ്പോൾ പുതിയ 2 MLA-മാരുമായി ഞാൻ എത്തുമ്പോൾ ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പൊതുപ്രവർത്തനം എന്താണെന്നുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്ന് പഠിക്കാനുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിക്ക് പകരമാകാൻ ആരെയും കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടിയുടെ 25% ഏതെങ്കിലും ഒരു പ്രവർത്തകനാകാൻ സാധിച്ചാൽ അത് കേരളത്തിലെ ഏറ്റവും തിളക്കമാർന്ന പൊതുപ്രവർത്തകരായി അവർ മാറും. ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ വലിയ മനുഷ്യന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ എത്തിയത്. അദ്ദേഹത്തിന്റെ ഓരോ കൂടുതൽ വൈകാരികമായി പോകാതെ ഞാൻ ഓരോ അനുഭവങ്ങളും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വരികയാണ്. ആ മനുഷ്യനെ മനസ്സിൽ സ്മരിക്കുന്നു ഈ സന്ദർഭത്തിൽ. അല്ലല്ല, വൈകിപ്പോയില്ലല്ലോ. 4-ാം തീയതി റിസൾട്ട് വന്നു. ഇന്ന് 8-ആയി. ഇന്നലെയാണ് ഡൽഹിയിൽ നിന്ന് ആളെത്തിയത്. ഇന്ന് അവിടെ ചെന്നിട്ടുണ്ട്. ഇന്ന് 2 നേതാക്കന്മാരെയും അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ എന്താണെന്ന് ഒരു കൃത്യമായ വിവരം നമുക്ക് പ്രതീക്ഷിക്കാം. അനിതര സാധാരണമായ സംഭവമായിരുന്നു ഘടകകക്ഷികളുടെ അടക്കം അഭിപ്രായം ചോദിക്കുക എന്നുള്ളത്. ഇന്നേ വരെ എൻ്റെ 30 വർഷത്തെ 25 വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ഒരിക്കലും മുഖ്യമന്ത്രിയോ നേതൃത്വത്തിന്റെ കാര്യമോ ചോദിച്ചിട്ടില്ല. ഇന്നലെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ചോദിച്ചില്ല. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ഞങ്ങളുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള ഒരു വേദി അവർ ഒരുക്കി തന്നു. ഞങ്ങളൊക്കെ കൃത്യമായി കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നും ഇവിടുത്തെ മൂഡ് എന്താണെന്നും എല്ലാം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനിയും തീരുമാനം കോൺഗ്രസിന്. ഈ തീരുമാനങ്ങൾ തെരുവിലേക്ക് എത്തുന്ന അത്ര സുഖകരമാണെന്ന് തോന്നുന്നുണ്ടോ? അടക്കം ഒഴിച്ചിട്ട് അത്തരത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതൊക്കെ സമൂഹത്തിലെ പ്രവർത്തകർ പലതരത്തിലുള്ള പ്രതികരിക്കും. അതിനൊന്നും വലിയ ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങളത് വിമർശനമായി തന്നെ ഉന്നയിച്ചല്ലോ. ഞങ്ങൾ ഇന്നലെ വിമർശനമായി തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും ഇങ്ങനൊരു വഴിത്തിരിവുണ്ടാകാൻ പാടില്ലായിരുന്നു. ഇത്ര തിളക്കമാർന്ന വിജയം UDF-ന് ലഭിച്ച് തൊട്ടു പിന്നാലെ അതിന്റെ പകിട്ട് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഏതെങ്കിലും നേതാക്കന്മാർ ചെയ്തോ ചെയ്യിപ്പിച്ചാണെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രവർത്തകരുടെ അമിത ആവേശം കൊണ്ട് ഇതുണ്ടായത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഞങ്ങൾ ഇന്നലെ തന്നെ പ്രകടിപ്പിച്ചാണ്. ഞങ്ങൾ ഇന്നും അതിൽ നിൽക്കുന്നു. പക്ഷേ കാലതാമസമുണ്ടെന്നുള്ളൊരു വാദത്തിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല.